യേശുവിൽ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ പക്കലേക്ക് കടന്നു വരുന്ന രോഗികളെ എല്ലാം യേശു സുഖപ്പെടുത്തിയിരുന്നു. സ്വയമായി യേശുവിൻ്റെ പക്കലേക്ക് എത്താനാവാത്ത രോഗികളെ മറ്റുള്ളവർ ചുമന്നു കൊണ്ടുവന്ന് യേശുവിൻ്റെ പക്കലെത്തി സൗഖ്യം നേടിയിരുന്നു. ശതാധിപൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ ഈശോ ശതാധിപൻ്റെ ഭവനത്തിലേക്ക് പോകാൻ തയ്യാറാണ്. പക്ഷേ ശതാധിപൻ പറയുന്നു, ഇവിടെ നിന്നുകൊണ്ട് അങ്ങൊരു വാക്ക് പറഞ്ഞ് സൗഖ്യം നൽകണമേ, കാരണം അങ്ങൻ്റെ ഭവനത്തിലേക്ക് വരുവാനുള്ള യോഗ്യത എനിക്കില്ല. ഇവിടെ ഈശോ ശതാധിപൻ്റെ ആഴമായ വിശ്വാസത്തെ പുകഴ്ത്തുന്നുണ്ട്. ശരി തന്നെയാണ്. കാരണം ദൂരെ ഇരിക്കുന്ന തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ ഈശോയ്ക്ക് ഇവിടെ നിന്ന് സാധിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസം. ഒപ്പം തന്നെയും ശതാധിപനിൽ നമ്മൾ കാണുന്ന മറ്റൊരു ഗുണമാണ് വിനയത്തിൻ്റെ എളിമയുടെ ഭാവം. യേശു തൻ്റെ ഭവനത്തിൽ കടന്നു വരാനും മാത്രമുള്ള യോഗ്യത തനിക്കില്ല എന്നുള്ളത്. തമ്പുരാൻ്റെ മുമ്പിൽ വിനയത്തോടെ എളിമയോടെ വ്യാപരിക്കുന്നവർക്കാണ് അവിടുത്തെ അനുഗ്രഹങ്ങൾ ലഭിക്കുക. അതുപോലെ തന്നെ ആഴമായ വിശ്വാസവും നമുക്ക് ആവശ്യമുണ്ട്. സ്നേഹനാഥനായ ഈശോയെ, വിനയത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഒക്കെ കുറവ് ഞങ്ങളിലുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും പരിശുദ്ധിയുടെയും ക്ഷമയുടെയും കുറവ് ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ ഹൃദയം അയോഗ്യമാണ്. എങ്കിലും പാപത്താൽ രോഗബാധിതമായ ഞങ്ങളുടെ ആത്മാവിനെ അങ്ങയുടെ ഒറ്റ വാക്കുകൊണ്ട് അങ്ങ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.